ഫ്രണ്ട്സ്, എവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കസ്റ്റമർ ആയിക്കോട്ടെ, അവരത് ഒരു ഡ്രീമിൻ്റെ പുറത്തായിരിക്കും മിക്കവാറും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു പക്ഷേ അത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു പീസ്ഫുൾ റിട്ടയർമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബൾക്ക് എമൗണ്ട് എനിക്ക് റിട്ടയർമെൻറ്റിൽ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ബൾക്ക് എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് വേണം എന്നുള്ള ആഗ്രഹത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കാം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കസ്റ്റമർ ആയിക്കോട്ടെ, അവർക്ക് ഒരു നീഡ് ഉണ്ടായിരിക്കും പൊതുവെ. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഗ്യാരണ്ടി ആയിരിക്കണം. കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന എമൗണ്ട് ആണ്, അതൊരു ഗ്യാരണ്ടി വേണം. 2, ഒരു നിശ്ചിത ഗ്രോത്ത് കിട്ടിയിരിക്കണം. 3, ടാക്സ് ബെനിഫിറ്റ് വേണം. 4, ഒരാവശ്യം വന്നാൽ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റണം. ലിക്വിഡിറ്റി വേണം. ഈ 4 നീഡായിരിക്കും മിക്ക കസ്റ്റമേഴ്സിനും ഉണ്ടാകുക. പക്ഷെ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയുണ്ട്. ഒന്ന് FDയിൽ ഇൻവെസ്റ്റ് ചെയ്യും, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആയ ഗ്യാരണ്ടി, ഗ്രോത്ത്, ടാക്സ് ബെനിഫിറ്റ്, ലിക്വിഡിറ്റി, ഇതൊന്നും ഈ സെഗ്മെന്റിൽ പൊതുവെ കിട്ടാറില്ല. ഇവിടെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് സൊല്യൂഷൻ CGP കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹങ്ങളായ ഗ്യാരണ്ടി, ഗ്രോത്ത്, ടാക്സ് ബെനിഫിറ്റ്, ലിക്വിഡിറ്റി, ഇത് 4 തരാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് സൊല്യൂഷൻ CGP. ഇതിൽ 50% മാർക്കറ്റ് സൊല്യൂഷനിലും 50% ഗ്യാരണ്ടീഡ് സൊല്യൂഷനാണ് പോകുന്നത്. ഇവിടെ കസ്റ്റമർ വെറും 7 വർഷം മാത്രം പൈസ അടച്ചാൽ മതി. 7 വർഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. അതിൽ ആദ്യത്തെ 5 വർഷം 5 lakh വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എക്സാമ്പിളാണ്, കസ്റ്റമർ 7 വർഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ ആദ്യത്തെ 5 വർഷം 5 lakh വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 6-ാമത്തെയും 7-ാമത്തെയും വർഷം 2.5 ലക്ഷം രൂപ 2.5 lakh വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിൽ ഗ്യാരണ്ടീഡ് സൊല്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്ത 50% എമൗണ്ട് പറയുകയാണെങ്കിൽ 15-ാമത്തെ വർഷം ഈ കസ്റ്റമർക്ക് 33,37,000 രൂപ ഡോക്യുമെന്റ് ചെയ്ത് തരും. ഡേ 1 മുതൽ ഈ എമൗണ്ട് ഗ്യാരണ്ടീഡ് ആണ്. ഇത് ലോക്ക് ചെയ്ത് തരുവാണ്. ഈ എമൗണ്ട് 33,37,075 രൂപ ഗ്യാരണ്ടീഡ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്ത് തരും. ഇനി 50% മാർക്കറ്റ് സൊല്യൂഷനിലേക്ക് പോകുന്നുണ്ട്. അതിന് നമ്മളൊരു 18% ഗ്രോത്ത് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ഗൂഗിളിൽ കയറുക, PNB മെറ്റലെ ഫണ്ട് പെർഫോമൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് നമ്മുടെ ഫണ്ട് പെർഫോമൻസ് കാണാൻ വേണ്ടി പറ്റും. മിഡ് ക്യാപ് ഫണ്ടിൽ നമ്പർ 1 ഫണ്ട് എന്നുള്ള എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ ലാസ്റ്റ് 5 years ഇൻവെസ്റ്റ് ചെയ്ത കസ്റ്റമർ റേറ്റ് ഒന്ന് ചെറുതെ ചെക്ക് ചെയ്ത് നോക്കുക. 25% ആണ് ലാസ്റ്റ് 5 years ഇൻവെസ്റ്റ് ചെയ്ത കസ്റ്റമേഴ്സ് കിട്ടുന്ന റേറ്റ്. ഇവിടെ ജസ്റ്റ് ഒരു 18% റേറ്റ് എടുക്കുകയാണെങ്കിൽ 50% മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് 1,10,00,000 രൂപ കൂടെ അഡീഷണൽ കിട്ടുന്നു. 1,10,00,000 കൂടെ അഡീഷണൽ കിട്ടുന്നു. അതായത് ടോട്ടൽ കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്തത് 30 lakh ആണ്. GST അടക്കം 30,40,000 രൂപയാണ് കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ കസ്റ്റമർക്ക് ഗ്യാരണ്ടീഡ് സൊല്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് റിട്ടേൺ ആയ 33,37,000 രൂപയും മാർക്കറ്റ് സൊല്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ എമൗണ്ട് ആയ 1,10,00,000 രൂപയും അടക്കം 1,43,00,000 രൂപ ടോട്ടൽ മെച്യൂരിറ്റി ആയിട്ട് അയാൾക്ക് 15-ാമത്തെ വർഷം കിട്ടുന്നു. ലിക്വിഡിറ്റി, നമ്മൾ മാർക്കറ്റ് സൊല്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് 5 വർഷം മാത്രമേ ലോക്ക് പീരീഡ് ഉള്ളൂ. 5 വർഷം മാത്രം. 6-ാമത്തെ വർഷം, 5 വർഷം കഴിഞ്ഞ് 6-ാമത്തെ വർഷം പൈസ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമർക്ക് 21 lakh വേണം വിഡ്രോ ചെയ്യാം. 10-ാമത്തെ വർഷം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 48 lakh വേണമെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 15-ാമത്തെ വർഷം 1,10,00,000 രൂപയാകുന്നു ലിക്വിഡിറ്റി. ഒരാവശ്യം വരുവാണെങ്കിൽ ആ എമൗണ്ട് പാർഷ്യൽ എടുത്തിട്ട് ബാക്കിയോടെ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ എമൗണ്ട് കസ്റ്റമർക്ക് വേണമെങ്കിൽ 80 വയസ്സ് വരെ അവിടെ വെക്കാം, അല്ലെങ്കിൽ 99 വയസ്സ് വരെ വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 7 വർഷം പൈസ ഇൻവെസ്റ്റ് ചെയ്ത കസ്റ്റമർക്ക് 30,40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത കസ്റ്റമർക്ക് ടോട്ടൽ 1,43,00,000 രൂപ മെച്യൂരിറ്റി കിട്ടുന്ന പ്ലാന്. ഇനി ചെറിയ എമൗണ്ട് വേണം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഈ എത്ര എമൗണ്ട് വേണം ചെറുത് ചെയ്യാം. ഒരു കസ്റ്റമർ ഇനി 3 lakh വെച്ചിട്ട് 5 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ടോട്ടൽ 7 വർഷമാണ് പൈസ അടയ്ക്കേണ്ടത്. അതിൽ ആദ്യത്തെ 5 വർഷം 3 lakh വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 6-ാമത്തെയും 7-ാമത്തെയും വർഷം 1.5 lakh വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് ആകെ 7 വർഷം മാത്രമേ കസ്റ്റമർ പേയ്മെന്റ് ചെയ്യേണ്ടതുള്ളൂ. അതിൽ ആദ്യത്തെ 5 വർഷം 3 lakh വെച്ചിട്ട് കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 6-ാമത്തെ 7-ാമത്തെയും വർഷം 1.5 lakh വെച്ചിട്ട് കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ കസ്റ്റമർക്ക് 15-ാമത്തെ വർഷം ഗ്യാരണ്ടീഡ് സൊല്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്ത 20,02,245 രൂപ ഡേ 1 മുതൽ ഗ്യാരണ്ടി ഡോക്യുമെന്റ് ചെയ്ത് തരുന്നു.
പ്ലസ് മാർക്കറ്റ് സൊല്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആയ 66 ലക്ഷം രൂപ പ്ലസ് 15ാമത്തെ വർഷം വിഡ്രോ ചെയ്യാം. ടോട്ടൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോട്ടൽ 18,27,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് മാർക്കറ്റ് സൊല്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്ത 66 ലക്ഷം രൂപയും ഗ്യാരണ്ടീഡ് സൊല്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്ത 20 ലക്ഷം രൂപയും അടക്കം 86 ലക്ഷം രൂപ കിട്ടുന്നു 15ാമത്തെ വർഷം. അതുമാത്രമല്ല 5 lakh ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത കസ്റ്റമറാണ് 10 ടൈംസിന്റെ കവറേജ്, 50 lakhന്റെ കവറേജ്, 50 lakh 3 lakh വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ് 30 lakhന്റെ കവറേജ്. അടയ്ക്കുന്ന എമൗണ്ട് സെക്ഷൻ 80C പ്രകാരം ഇൻകം ടാക്സ് എക്സെപ്ഷൻ ആയിട്ട് കാണിക്കാനുള്ള ഓപ്ഷൻ, മെച്യൂരിറ്റി കിട്ടുന്ന എമൗണ്ട് ടാക്സ് ഫ്രീ റിട്ടേൺ, ഈ 1,43,00,000 കിട്ടിയാലും ടാക്സ് ഫ്രീ ആയിട്ട് കസ്റ്റമർക്ക് വിഡ്രോ ഉള്ള ഓപ്ഷൻ. എല്ലാ കസ്റ്റമേഴ്സും, നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിന്റെ ആഗ്രഹങ്ങളായ ഗ്രോത്ത്, ഗ്യാരണ്ടി, ടാക്സ് ബെനിഫിറ്റ്, ലിക്വിഡിറ്റി, ഇത് 4 കൊടുക്കാൻ പറ്റിയ ഓപ്ഷനാണ് നമ്മളെ ക്യാപിറ്റൽ ഗ്യാരണ്ടി സൊല്യൂഷൻ. ഇന്ന് തന്നെ നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട കസ്റ്റമേഴ്സിലേക്ക് ഈ പ്ലാൻ എത്തിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.